ചാപ്ലിൻ്റെ കഥ പറയുന്നത് വെച്ചാൽ അതൊക്കെ പിന്നീട് ലാസ്റ്റിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ അതൊക്കെ. ചാപ്ലിൻ്റെ കഥ ഇപ്പോൾ അടുത്ത കാലത്ത് വളരെ ഫേമസ് ആയൊരു കഥയാണത്. കാരണം ചാപ്ലിൻ്റെ പുസ്തകം ആത്മകഥ മാതൃഭൂമി ബുക്ക് സെർവർ പുറത്തിറങ്ങിയപ്പോൾ അതിൽ ഉള്ള ഒരുപാട് സംഭവങ്ങളിൽ പെട്ടൊന്നാണ്. അപ്പോൾ അതൊക്കെ വായിക്കാത്തവർക്ക് ചിലപ്പോൾ ഒന്ന് പുതുതായിട്ടൊരു അണ്ടർലൈൻ ചെയ്ത് കൊടുക്കുന്ന പോലെ ഒക്കെ ശ്രീനിവാസൻ്റെ കോൺട്രിബ്യൂഷൻ ആട്ടെ. ശ്രീനിവാസൻ എന്ന എഴുത്തുകാരൻ്റെ ഒരു വലിയ സംഭാവന ഈ സിനിമയിലുണ്ട്. ശ്രീനിവാസൻ എന്ന റൈറ്റർ, അതാണ് എനിക്ക് ഈ സിനിമയായിട്ട് തോന്നിയിട്ടുള്ള ഏറ്റവും വലിയൊരു അടുപ്പം എന്ന് പറയുന്നത്. ഞങ്ങൾ രണ്ടുപേരും 16 കൊല്ലത്തിന് ശേഷം ഒന്നിച്ചൊരു സിനിമ ചെയ്തിട്ട് എന്തിനാണ് ഇവർ ഒന്നിച്ചെന്ന് ആൾക്കാർ പറയേണ്ടി വന്നില്ലല്ലോ. ഇപ്പം പ്രകാശൻ എന്നുള്ള സിനിമ റിലീസ് ചെയ്ത് ഇത്രയും ദിവസങ്ങളായി. എനിക്കറിയാം തിയേറ്ററിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക്സ് ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പം രാത്രി 11:30ക്കും 12 മണിക്കൊക്കെ എക്സ്ട്രാ ഷോസ് കളിക്കുന്നു. അതൊരു ആക്ഷൻ പടമല്ല, ഫാമിലി പടമാണ്. അത് മിക്കവാറും തിയേറ്ററുകൾ ഫുള്ളാവും. അങ്ങനെ ഒരു രീതിയിൽ കേരളത്തിലെ കുടുംബങ്ങളും യുവാക്കളും ഈ സിനിമ ഏറ്റെടുക്കുന്നു എന്നുള്ള വിവരം അറിയുന്നു. ഞാൻ എല്ലാവരോടും എൻ്റെ മക്കളോടൊക്കെ പറയുന്നത് ഇതൊരു ആഹ്ലാദമല്ല, ഒരാശ്വാസമാണെന്നാണ്. ഒരിക്കൽ കൂടി നമ്മൾ രക്ഷപ്പെടുന്നു എന്ന് മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. ഞാൻ ഈ വീടിൻ്റെ ഈ റിലീസ് ചെയ്തിട്ട് ഇത്രയും ദിവസത്തിനുള്ളിൽ 8 ദിവസത്തിനുള്ളിൽ ഈ വീടിൻ്റെ ഗേറ്റ് കടന്ന് പുറത്തു പോയത് ആകെ ഒരേ ഒരു ദിവസമാണ്, ഇന്നലെ മാത്രം, വിത്ത് ഓഡിയൻസ് പടം കാണാൻ. അതുവരെയ്ക്ക് ഞാൻ സിനിമ കണ്ടിട്ടില്ല, ഈ വീട്ടിൻ്റെ കോമ്പൗണ്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. ഞാനിവിടെ കൃഷിക്ക് നനയ്ക്കുകയും മറ്റ് ജോലികൾ ഒക്കെ ചെയ്യും. ഫോണുകളിലൂടെ ഇതിൻ്റെ വിവരങ്ങൾ അറിയുകയും ചെയ്യാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ഇത് സെലിബ്രേറ്റ് ചെയ്യാനുള്ളൊരു അവസരമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഞാൻ ഇതിന് മുമ്പുള്ള സക്സസ്സുകൾ നാടോടിക്കാറ്റായാലും തലയണമന്ത്രായാലും ഒക്കെ ഞാൻ നേരിട്ടുള്ളത് അതുപോലെ തന്നെയാണ്. ഇത് വല്ലപ്പോഴും കിട്ടുന്നൊരു ഗിഫ്റ്റാണ്. അപ്പോൾ ഓഡിയൻസിന് എന്നോടുള്ളൊരു വിശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന തിരിച്ചറിവാണ് എൻ്റെ പ്രതിഫലം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാളെ നമുക്ക് എന്ത് ചെയ്യാമെന്നുള്ളതിനെ പറ്റിയിട്ട് ആലോചിക്കാമെന്നല്ലാതെ ഇത് ഒരിക്കലും എന്നെ ഒരു ഉന്മത്തനാക്കുന്നില്ല. മനസ്സിലായി? ഞാൻ വെറുതെ പറയുന്നതല്ല, ഇതൊരു ആഹ്ലാദമാണ്. ഞാൻ എൻ്റെ മക്കളുടെ അടുത്തൊക്കെ പറഞ്ഞു, എൻ്റെ മകനാണ് എൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ. അവനിങ്ങനെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്, ആളുകൾ വിളിക്കുന്നു, ടിക്കറ്റ് കിട്ടാനില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് നല്ല കാര്യം, ഇത് നമ്മൾ ആഹ്ലാദിക്കാനുള്ള അവസരമല്ല, ഇത് നമ്മൾ ആശ്വസിക്കാനുള്ള അവസരമാണ്. കാര്യം നമ്മൾ ചിന്തിച്ചത് കറക്റ്റായി എന്നുള്ളത് ഓഡിയൻസിലേക്ക് എത്തുന്നു എന്നുള്ളത്. നമ്മുടെ നാട്ടുമ്പുറങ്ങളിൽ എന്തെല്ലാം ആക്രമണങ്ങൾ സംഭവിക്കുന്നുണ്ട്. സ്വന്തം വീടുകളിലെ പെൺകുട്ടികൾക്ക് പോലും സ്വന്തം പിതാവുകളിൽ മുമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മുടെ നാട്ടുമ്പുറങ്ങളിൽ സംഭവിക്കുന്നുണ്ട്. അത് നാട്ടുമ്പുറം നന്മയാൽ സമൃദ്ധമെന്നൊന്നും ഞാനും പറയുന്നില്ല. പക്ഷേ ഞാൻ കാണുന്ന നാട്ടുമ്പുറത്തെ കഥകൾ പറയുമ്പോൾ അതിലെ ശുദ്ധരായ കുറേ മനുഷ്യയാണ് ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്ത് വേറെ ആൾക്കാർ ദുഷ്ടന്മാരുണ്ടാവാം. എൻ്റെ കഥകൾക്ക് അവരൊന്നും ആവശ്യം വരുന്നില്ല. അതാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ സിനിമയിൽ ഒരു പലിശക്കാരുണ്ട്, മറ്റേ മൂന്നാറിൽ ഭൂമി കയറാൻ പോയിരിക്കുന്നു എന്ന് പറയപ്പെടുന്നേ ഉള്ളൂ. കേശവനായിരുന്നു ഒരു കാര്യം. അയാളൊരു നല്ല കഥാപാത്രം അല്ലല്ലോ. അങ്ങനെ ധാരാളം ആൾക്കാരുണ്ട്. ഇപ്പോൾ അല്പന്മാരുണ്ട്. ഇവൻ്റെ അളിയൻ 6 കോടി രൂപ കിട്ടിയപ്പോഴേക്കും വലിയ കോടിക്കണക്കിന് രൂപയുടെ വീട് മേടിക്കാൻ പോകുന്നു. ഇതൊക്കെ നാട്ടിൻപുറത്തെ ക്യാരക്ടേഴ്സാണ്. അപ്പോൾ ലംബോർഗിനി കാറ് പിടിക്കാൻ പോകുന്നു. നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം എന്നൊക്കെ പറയുന്നത് പഴയ ഇമേജാണ്. നാട്ടിൻപുറത്ത് ഒന്നാമത് ഇപ്പം നഗരവും നാട്ടിൻപുറം തമ്മിലുള്ള അതിർവരമ്പ് ഇല്ലാതായി എന്ന് പറയാം. ഗ്രാമങ്ങൾ പോലും ഇപ്പോൾ വികസിച്ച് അത് നഗരങ്ങളുടെ ഒരു പരിച്ഛേദമായി മാറി. നമ്മുടെ തിയേറ്ററുകൾ പോലും, എൻ്റെ നാട്ടിൻപുറത്ത് പോലും തൃശ്ശൂർ ശോഭാ സിറ്റിയിലുള്ള പോലത്തെ ക്വാളിറ്റീസുള്ള തിയേറ്ററുകൾ ഉണ്ടായി കഴിഞ്ഞു. അപ്പോൾ ആ ഒരു അതിർവരമ്പുകൾ ഇല്ലാതായി കഴിഞ്ഞു. എന്തായാലും നമ്മൾ നാട്ടിൻപുറം ഗ്രാമം എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. ഇവിടെ നഗരത്തിൽ കിട്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഇപ്പോൾ നാട്ടിൻപുറങ്ങൾ കിട്ടി തുടങ്ങിയില്ലേ. അപ്പോൾ മാറ്റം സാമൂഹ്യ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഗ്രാമീണരെല്ലാം നല്ലവരാണ്, അങ്ങനെ മാവേലി നാട് വേണമെന്ന കാലം അങ്ങനെയൊന്നും നമ്മൾ പറഞ്ഞത്. എൻ്റെ കഥയ്ക്ക് ആവശ്യമുള്ള കഥാപാത്രങ്ങൾ അതുവരെ പലരും നന്നായിപ്പോയി, അത്രയേ ഉള്ളൂ. ശ്രീനിവാസൻ തന്നെയാണ് ലോഹിദാസൻ എന്നെ പരിചയപ്പെടുത്തിയെന്നുള്ളത്. ശ്രീനിവാസൻ ഇട്ടിട്ട് പോയ കഥയാണ് ആദ്യമായിട്ട് ലോഹിദാസ് എനിക്ക് എഴുതുന്നത്, കുടുംബപുരാണം. പിന്നെ സസ്നേഹം. അതിനടുത്ത പടം ചെയ്യുന്നത് ശ്രീനിവാസൻ, അതിൻ്റെ അടുത്ത പടം ചെയ്യുന്നത് രഘുനാഥ് പറ്റേ. അങ്ങനെ ഞങ്ങൾ മിക്സ് ചെയ്ത് തന്നെ പടങ്ങൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരുന്നുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ശ്രീനിവാസൻ യാത്രക്കാർ ശ്രദ്ധയ്ക്ക് എന്നുള്ള സിനിമയ്ക്ക് കഴിഞ്ഞിട്ട് പോയിട്ട് ലോഹിദാസ് എനിക്ക് ആകെ കൂടി എഴുതിയിട്ടുള്ളത് എനിക്ക് വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ ഒരു സ്ക്രിപ്റ്റ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ബാക്കി രഞ്ജൻ പ്രമോദ് എഴുതിയിട്ടുണ്ട്, ഞാൻ തന്നെ ഒരു 5-6 സ്ക്രിപ്റ്റ് എഴുതി. മറ്റേത് ശ്രീനിയുടെ ഒരു സ്വഭാവമുള്ളൂ, ഞങ്ങൾ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിൻ്റെ പ്രവർത്തനം. എൻ്റെ അടുത്ത് കുറേ ആൾക്കാർ ചോദിച്ചു, നിങ്ങളെ ഒരു ചാനലിന് മുമ്പ് വെച്ച് ചമ്മിപ്പിച്ചല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ചമ്മിപ്പോയി, ശരിയാണ്. അല്ലാതെ അത് ഞങ്ങളുടെ ശത്രുതയുടെ സംഗതിയൊന്നുമല്ല. അതാ ശ്രീനി ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ പരസ്പരം വെച്ചും പരസ്പരം പാരപണിയതും ഒക്കെ അതാണ് ഞങ്ങളുടെ സൗഹൃദത്തിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. വെറുതെ സൂചിപ്പിച്ചിട്ട് ചെയ്യുന്നതല്ല.
ശ്രീനത് തമാശയ്ക്ക് പറഞ്ഞത് പറയുന്നത് ഞാൻ മനസ്സിൽ കാണുന്നത് വളരെ പെട്ടെന്ന് തിരിച്ചറിയുന്ന ഒരാളാണ് പുള്ളി. അപ്പോൾ നമ്മൾ ചില സമയത്ത് വെറുതെ ഡിസ്കസ് ചെയ്യുമ്പോൾ ചില ഡയലോഗ്സൊക്കെ ഞാൻ പറയും ഇത് സിനിമയിൽ വേണമെന്ന് പറയും. കഥ തീരുമാനിച്ചിട്ടുണ്ടാവില്ല. ഇപ്പോൾ ഈ സിനിമയിൽ നിങ്ങളൊരു ഭർത്താവാണ്, സ്വന്തം ഭാര്യയെ വഞ്ചിക്കാത്ത ഏതെങ്കിലും ഒരു ഭർത്താവ് ഇന്ന് കേരളത്തിലുണ്ടോ? വേറെ ഏതോ ഒരു വിഷയം പറഞ്ഞപ്പോൾ ശ്രീനി പറഞ്ഞ ഡയലോഗാണ്. ഞാൻ പറഞ്ഞു ഈ ഡയലോഗ് നമ്മുടെ സിനിമയിൽ വേണം. അപ്പോൾ അതുപോലെ ഞങ്ങളിത് ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന സിനിമകൾ തീർച്ചയായിട്ടും തിയേറ്ററിൽ ആഘോഷിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ നാടോടിക്കാറ്റാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുമ്പോൾ ചിരിച്ച് മറിഞ്ഞിട്ടുള്ള കഥ സിനിമ. നാടോടി ഗാന്ധി നഗർ സെക്കൻഡ് സ്ട്രീറ്റ് ഇതൊക്കെ നമ്മൾ കഥയുണ്ടാക്കുമ്പോൾ തന്നെ ഓരോ സിറ്റുവേഷൻ പറഞ്ഞിട്ട് ഞങ്ങൾ ചിരിച്ച് മറിയും. ഇപ്പോൾ ഈ സിനിമയുടെ മുട്ടുകുത്തി പ്രാർത്ഥന എന്നുള്ള സീൻ ഉണ്ടായ ദിവസം ശ്രീനിവാസൻ്റെ വീട്ടിൽ ഞാനും ശ്രീനി ഇങ്ങനെ ഭയങ്കരമായിട്ട് ചിരിച്ച് മറിഞ്ഞു. കാര്യം ഇവനെ രണ്ടാമത് വിളിക്കുമ്പോൾ അവൻ പറയും കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രാർത്ഥന വർക്കൗട്ടായില്ല, അതുകൊണ്ട് നമുക്ക് പിന്നെ എന്ന് പറഞ്ഞാൽ പോകുന്നുണ്ട്. അപ്പോൾ ശ്രീനിവാസൻ്റെ ഭാര്യ ദൂരെ വന്ന് നോക്കും, ഇവർ രണ്ടുപേരും ഇങ്ങനെ എഴുതാൻ വന്നിരുന്നിട്ട് ചിരിച്ച് മറിയാണ് ചെയ്യുന്നത്. ഞങ്ങൾ ഈ സിനിമയിലെ സീൻ സങ്കല്പിച്ചിട്ട് ചിരിക്കുന്നതാണ്. അപ്പോൾ അതുപോലെ ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് വർക്ക് ചെയ്യുമ്പോൾ ഉള്ളത് ഒരു ജോലിയേക്കാൾ കൂടുതൽ ഒരു ആഘോഷമാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആവുന്ന റൈറ്റർ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ശ്രീനിവാസനാണെന്ന് പറയുന്നത്. ഇതിൽ നമുക്കുള്ള ഏറ്റവും വലിയ സന്തോഷം പറഞ്ഞാൽ വലിയൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു ആളുകൾക്ക്. ശ്രീനിവാസന് ഒരു അസുഖം വന്നപ്പോൾ ശ്രീനിവാസൻ എന്നെ സുഖമില്ലാതായി, ഇനി പഴയ പോലെ എഴുതാൻ പറ്റില്ല, ഇനി പഴയ പോലെ അഭിനയിക്കാൻ പറ്റില്ല. അതിനൊരു മറുപടിയാണ് ഗോപാൽജി എന്നുള്ള കഥാപാത്രവും ഈ തിരക്കഥയും. ഇത് കാണുമ്പോൾ നമുക്കറിയാം ശ്രീനിവാസൻ്റെ ഫയർ ഒരിക്കലും പോയിട്ടില്ല. നമ്മൾ കൂടെ ഇരിക്കണം, പുള്ളിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ടാവണം. ഇപ്പം ഞാനോ അല്ലെങ്കിൽ പ്രിയദർശനൊക്കെ ആ രീതിയിലുള്ള ആളുകളാണ് പുള്ളിയുടെ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഈസി ആയിട്ടുള്ള. അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു, ഞാൻ ശ്രീനിയോട് ചോദിച്ചു, ശ്രീനി പറഞ്ഞു അത് എൻ്റെ പേരിലായിപ്പോയൊരു സിനിമയാണെന്ന് പറഞ്ഞു. അത് ജയപിള്ളാശ്ശേരിയാണ് ആദ്യം എഴുതിയത്. പുള്ളി വന്നിട്ട് അത് കറക്റ്റ് ചെയ്യേണ്ടി വന്നപ്പോൾ കറക്റ്റ് ചെയ്ത് അവർ പുള്ളിയുടെ പേര് വയ്ക്കട്ടെ എന്ന് ചോദിച്ചാൽ പുള്ളിയുടെ തന്നെ പേര് വെച്ചോളാൻ പറഞ്ഞു. പുള്ളി എഴുതിയ സീൻസ് തന്നെയാണ്, പക്ഷേ പുള്ളിയായിട്ട് സെലക്ട് ചെയ്ത കഥയോ അങ്ങനെയൊന്നും ആയിരുന്നില്ല. അത് അങ്ങനെ ഓരോ കാരണങ്ങൾ വന്ന് പെടാറുണ്ട് പലപ്പോഴും. ഇത് പക്ഷേ അങ്ങനെയില്ല. ഇത് നമ്മൾ കുറേ കാലത്തിന് ശേഷം ഞങ്ങൾ ഒന്നിച്ചൊരു സിനിമ ചെയ്തേക്കാം എന്ന് വിചാരിക്കുകയും 3 കഥ നമ്മൾ ഓൾമോസ്റ്റ് ഉണ്ടാക്കിയിട്ട് വേണ്ടെന്ന് വെച്ചിട്ട് 4ാമത് തിരഞ്ഞെടുത്ത കഥയാണ് ഞാൻ പ്രയാസം. അപ്പോൾ 3 കഥകളും നല്ല കഥകളൊക്കെ തന്നെയാണ്, പക്ഷേ അതിലൊന്നും ഹ്യൂമർ അധികം കയറുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനും ശ്രീനിവാസനും കൂടി ചെയ്യുന്നൊരു സിനിമ പ്രേക്ഷകർ ഹ്യൂമർ പ്രതീക്ഷിക്കും. വലിയ വെല്ലുവിളിയത്. അപ്പോൾ ആ ഒരു പ്രതീക്ഷയ്ക്ക് ഒപ്പം എത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ആശ്വാസം എന്ന് ഞാൻ പറഞ്ഞത്. ശ്രീനിവാസൻ ഒരു മണ്ടനൊന്നുമല്ലല്ലോ പെട്ടെന്ന് ഒരു ആക്ടിവിസ്റ്റായി മാറാനോ. ശ്രീനിവാസന് വ്യക്തമായ കുറേ അഭിപ്രായങ്ങളുണ്ട് നമ്മുടെ കൃഷിയെ പറ്റിയും രാസവളങ്ങളുടെ ദുരുപയോഗത്തിനെ പറ്റിയും കീടനാശിനികളുടെ ദുരുപയോഗത്തെ പറ്റിയും പിന്നെ നമ്മുടെ അലോപ്പതി മരുന്നുകളിലെ ചൂഷണത്തെ പറ്റിയിട്ടൊക്കെ ശ്രീനിവാസന് വ്യക്തമായ അഭിപ്രായങ്ങളുണ്ട്. അതായത് ശ്രീനി നല്ലോണം വായിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ ഒഴിവുള്ള സമയത്ത് മുഴുവൻ ശ്രീനി ഇതിനെപ്പറ്റി പഠിക്കുന്ന ഒരാളാണ്. സാഹിത്യത്തിന് അപ്പുറത്ത് ഇത്തരം കാര്യങ്ങൾ വായിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണ്. അത് ശ്രീനിവാസൻ എവിടെയെങ്കിലും ചെന്നിട്ടൊരു അഭിപ്രായ പ്രകടനം നടത്തിയാൽ അത് പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടാം. ഇന്ന് വരെ സീരിയസ് ആയിട്ട് ശ്രീനിവാസൻ അലോപ്പതി ചികിത്സയെ തള്ളി പറഞ്ഞിട്ടില്ല. സീരിയസ് ആയിട്ട് തമാശയ്ക്ക് ചിലപ്പോൾ പറയുന്നുണ്ട്, മനസ്സിലായില്ലേ കാര്യം. പക്ഷേ എല്ലാ അലോപ്പതി മരുന്നുകളും കുറ്റം പറയുന്നതായിട്ടാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. അതുപോലെ മറ്റത് നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന കീടനാശിനികൾ കൊണ്ട് ഉപയോഗിക്കുന്ന പച്ചക്കറികൾ ഉപയോഗിക്കരുതെന്ന് വളരെ ഷാർപ്പായിട്ട് ശ്രീനിവാസൻ പറയുന്നു. അത് വലിയ പരിധി വരെ സത്യം തന്നെയാണ്. മാറ്റം വന്നു. തൃശ്ശൂർ മാർക്കറ്റിൽ 30% തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പച്ചക്കറികളുടെ എണ്ണം കുറഞ്ഞു. അത് ചെറിയ തൃശ്ശൂർ മാർക്കറ്റൊക്കെയായിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. എനിക്കറിയാം മാമ്പഴം ഇതൊന്നും പഴയ പോലെ വന്നുകൂടെ ചിലവാകുന്നില്ല. കാരണം ഇതിലൊക്കെ വിഷമുണ്ടെന്നുള്ളത് പറയാൻ കാരണം ഒരാൾ ശ്രീനിവാസൻ കൂടിയാണ്. പിന്നെ മറ്റൊന്ന് ശ്രീനിവാസനായാലും ഞാനായാലും ഇത് പറയൽ മാത്രമല്ല, നമ്മൾ പ്രാക്ടിക്കലി ചെയ്യുന്ന ആൾക്കാരാണ്. ശ്രീനിവാസൻ അതിമനോഹരമായി കൃഷി ചെയ്യുന്ന ഒരാളാണ്. അതിൽ ശ്രീനിവാസൻ നഷ്ടം വരുന്നുണ്ട്, ചിലപ്പോൾ ലാഭം കിട്ടുന്നുണ്ട്. 14 ഏക്കറോളം ശ്രീനിവാസൻ ലീസിനെടുത്തിട്ട് വയനാട്ടിൽ പച്ചക്കറി ചെയ്യുന്നുണ്ട്. എത്ര പേർക്ക് അറിയാൻ ഒരു ശ്രീനിവാസൻ ഇപ്പം സ്വന്തം വീടിൻ്റെ ബാക്കിൽ, എൻ്റെ വീട് പോലെ ഒന്നുമില്ല, എൻ്റെ പിന്നിൽ വലിയ കൃഷിത്തോട്ടമാണ് ശ്രീനിവാസൻ്റെ. കാലത്ത് ഒരു 6 മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ പുള്ളി ആ കൃഷിത്തോട്ടത്തിലേക്ക് ഇറങ്ങുന്നത്. പുള്ളി പച്ചക്കറി ചെയ്യാണ് നേരിട്ട് തന്നിട്ട്. അതൊന്നും വിമർശിക്കുന്നവർ മനസ്സിലാക്കുന്നില്ല, മനസ്സിലായില്ലേ. ഒരു പച്ചക്കറി കടയുണ്ട് ശ്രീനിവാസന്, കണ്ടനാട് എന്ന സ്ഥലത്ത് ഓർഗാനിക് വെജിറ്റബിൾസിൻ്റെ കടയുണ്ട്. 30 ഏക്കറോളം നിലത്ത് കീടനാശിനി ഇല്ലാതെ കൃഷി ചെയ്യുന്നുണ്ട്, നെല്ല്. ആ നെല്ല് ശ്രീനിവാസൻ വിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് വെറും പ്രസംഗമല്ല, ശ്രീനിവാസൻ പ്രാവർത്തികമാക്കുന്നുണ്ട്. അതേസമയം
നമ്മുടെ ആശുപത്രികളിലെ ചൂഷണത്തിനാണ് ശ്രീനിവാസൻ എതിർക്കുന്നത്. ആശുപത്രികളിൽ ചൂഷണം ഇല്ല എന്ന് നമുക്ക് അറിയാൻ പറ്റുമോ? ഡോക്ടേഴ്സ് ഇഷ്ടം പോലെ നല്ല ഡോക്ടേഴ്സുണ്ട്, നല്ല ചികിത്സാ രീതികളുണ്ട്. പല കാര്യം ഇപ്പോൾ ശ്രീനിവാസന് എന്നൊരു അസുഖം വന്നപ്പോൾ പെട്ടെന്ന് അലോപ്പതി ചികിത്സയാണ് വേണ്ടി വന്നത്. ഫേസ്ബുക്ക് ഭയങ്കരമായ, അപ്പോൾ അത് പലതും തെറ്റിദ്ധരിക്കപ്പെട്ട. ശ്രീനിയുടെ വാട്സപ്പിലൊക്കെ ശ്രീനിയുടെ ഫേസ് വെച്ചിട്ട് കുറേ അഭിപ്രായങ്ങൾ വരുമ്പോൾ ഞാൻ ചിലപ്പോൾ ശ്രീനിവാസൻ്റെ അടുത്ത് ചോദിക്കും, ഇത് നിങ്ങളെപ്പോൾ പറഞ്ഞു? അപ്പോൾ ശ്രീനി വായിച്ചു നോക്കിയിട്ട് ഞാനിത് എവിടെ പറഞ്ഞു എന്നറിയാം. ചില പാർട്ടികളുടെ വക്താക്കളായിട്ട്, ഇപ്പോൾ CPM എന്നൊരു തോന്നലുണ്ടാവുന്നത്. അതൊക്കെ വെറും തെറ്റായ ധാരണ. ശ്രീനി നിഷ്പക്ഷനായിട്ട് കേരളത്തിനെ കാണുന്ന ഒരാളാണ്. ശ്രീനി ഒരിക്കലും ഇടതുപക്ഷത്തിനെതിരല്ല, ഒരിക്കലും കമ്മ്യൂണിസത്തിനെതിരല്ല. പക്ഷേ അതിലെ ദുഷ്പ്രവണതകളെ ഞാൻ പറയുന്ന പോലെയല്ല, പുള്ളി മുഖം നോക്കാതെ പറയും. ഇപ്പം ഞാനാണെങ്കിൽ അത് കേൾക്കുന്നവർ പിന്നെ വേദനിച്ചാലോ വെച്ച് ഞാനിപ്പോൾ ഉണ്ടാതിരിക്കും. ശ്രീനിവാസൻ ആ വക പ്രശ്നമില്ല, ശ്രീനിവാസൻ അത് തുറന്നടിക്കും. അപ്പോൾ കഴിഞ്ഞ തവണ ഇലക്ഷന് നിൽക്കാൻ വേണ്ടിയിട്ട് ഏതൊരു ആൾക്കാർ പുള്ളിയെ കോൺടാക്ട് ചെയ്ത് പുള്ളി പറഞ്ഞു, ഞാൻ അല്ലാതെ തന്നെ കൃഷിപ്പണിക്ക് വേണ്ടി ചളിയിൽ ഇറങ്ങാറുണ്ട്, ഇനി രാഷ്ട്രീയത്തിൻ്റെ ചളിയിലേക്ക് ഞാനില്ല എന്ന് പറയും. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ശ്രീനിവാസൻ തന്നെ സ്വയം പറയാറുള്ളതാണ്. പക്ഷേ ഒരു കാര്യം നമ്മൾ ആലോചിക്കണം, നമ്മൾ ബാലൻസ്ഡായി പോകുന്നത് ശ്രീനിവാസനെ പോലെ ചിന്തിക്കുന്ന കുറേ ആളുകൾ കേരളത്തിലുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇവരൊക്കെ എന്തെങ്കിലും പറയുന്നത് നമ്മൾ കാണുന്നില്ല, അല്ലെങ്കിൽ മുഴുവൻ മണ്ടന്മാരാണെന്നുള്ള ധാരണ നമ്മുടെ നേതാക്കൾക്ക് ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ശ്രീനിവാസനെ പോലുള്ള ആളുകൾ, അതുപോലെ പറയാത്ത ആളുകൾ, ഇവരെല്ലാം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. മാറ്റം ഉണ്ടാകും. അല്ല, ഞാൻ പറഞ്ഞ പൊതുജനം എന്ന് പറയുന്നത് കഴുതകളാണെന്ന് പണ്ടാരോ പറഞ്ഞതാണ്. പൊതുജനം കഴുതകളൊന്നുമല്ല. ഇപ്പോൾ ഈ ഓഡിയൻസിനെ പറ്റി പറഞ്ഞ പോലെയാണ്. പ്രേക്ഷകരെന്ന് പറയുന്നത് അവരെ തെറ്റിദ്ധരിപ്പിക്കാനൊന്നും പറ്റില്ല. ഒരു ചിലർ പറയില്ലേ, മോനെ നിങ്ങളുടെ പടത്തിനെ നമ്മൾ എഴുതി വലുതാക്കാനൊന്നും പറ്റില്ല. എഴുതി ചിലപ്പോൾ മോശമായിട്ട് എഴുതുമ്പോൾ ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ അതിൻ്റെ കളക്ഷൻ ബാധിക്കുമായിരിക്കും. പക്ഷേ പിന്നീട് പടം നല്ലതാണെങ്കിൽ പിന്നെ അത് വീണ്ടും നന്നായിട്ട് ഓടും. അതുപോലെ രാഷ്ട്രീയത്തിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കണം, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഹിന്ദു സമൂഹമുള്ള 3 സംസ്ഥാനങ്ങളിൽ BJPക്ക് തോൽവി സംഭവിച്ചതാണ് അല്ലേ? ഇതൊന്നും സോഷ്യൽ മീഡിയ കണ്ടിട്ടോ ആളുകൾ തെറ്റിദ്ധരിപ്പിച്ചിട്ടില്ല. സാധാരണ ജനങ്ങൾക്ക് മനസ്സിലുണ്ടാകുന്ന വികാരങ്ങളാണ്. അത്തരം സംഗതികൾ പാഠമായിട്ട് നമ്മുടെ രാഷ്ട്രീയക്കാരടക്കം കാണേണ്ട സമയമായി. അതാണ് പ്രശ്നം. ചെയ്യുന്ന ജോലിയുടെ അടിസ്ഥാനത്തിലാണ് പലരും അതിൻ്റെ നല്ല ജോലി ചീത്ത ജോലി എന്നുള്ളൊരു വ്യക്തി എന്നുള്ളതിനപ്പുറത്ത് അത് കേരളത്തിലും അല്ലെങ്കിൽ ഇന്ത്യയിലും മാത്രമുള്ള സംഭവമാണ്. പുറത്ത് അങ്ങനെ ഇല്ല. പുറത്ത് ഏത് ജോലിക്കും അതിൻ്റേതായിട്ടുള്ള മഹത്വമുണ്ട്. അത് തെറ്റാണെന്ന് തെളിയിക്കാൻ കൂടിയാണല്ലോ ഈ സിനിമ. അതായത് മെയിൽ നേഴ്സായിട്ട് ജോലി ചെയ്താൽ നാണക്കേടാണെന്ന് വിചാരിക്കുന്ന BSc നേഴ്സിംഗ് കഴിഞ്ഞ പ്രകാശൻ അവസാന സീനിൽ അവൻ്റെ തിരിച്ചറിവിൽ പറയുന്നത് നേഴ്സിംഗ് എന്ന് പറയുന്നൊരു ജോലി മാത്രമല്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ്. മറ്റുള്ളവരെ സഹായിക്കാൻ സാധിക്കുന്നത് ഒരു പുണ്യമാണ്, അത് പഠിക്കാൻ സാധിച്ചത് ഭാഗ്യവും എന്ന് പറയുന്നിടത്തേക്ക് എത്തുകയാണ്. ഞാൻ പറഞ്ഞത് അത് പ്രകാശനെ പോലുള്ള ചിലരുടെ മനസ്സാണ് പറഞ്ഞത്. അല്ലാതെ എല്ലാ BSc നേഴ്സിംഗ് പഠിച്ച ആൺകുട്ടികളും ഇതിനെതിരാണെങ്കിൽ BSc നേഴ്സിങ്ങിന് ആണുങ്ങളുണ്ടാവില്ലല്ലോ. ഏറ്റവും കൂടുതൽ നേഴ്സിങ്ങിലുള്ള ആൺകുട്ടികളാണ് ഇപ്പോഴും. അതിൽ പ്രകാശൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തിൻ്റെ ഒരു സ്വഭാവ വൈചിത്ര്യം മാത്രമാണ്. അവന് കിട്ടാവുന്ന മാക്സിമം അടി കിട്ടി കഴിഞ്ഞല്ലോ. എന്നിട്ട് അവൻ ലാസ്റ്റ് അതിലേക്ക് തിരിച്ചു വരുന്നു. നമ്മുടെ നല്ല മിടുക്കരായിട്ടുള്ള ആളുകളല്ലാതെ തന്നെ അതിലേക്ക് വരുന്നു. അത്രയേ ഉള്ളൂ. അതൊരു കഥാപാത്രത്തിൻ്റെ മാത്രം ചിന്തയാണ്. ആ ചിന്തനെ നമ്മൾ ന്യായീകരിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം.